ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, അതുപോലെ വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനും അതുപോലെ ഈ പൊരിഞ്ഞ ചൂടിലൊക്കെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലാത്തവർ കോൺഫ്ലോർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ ഇളക്കി മിക്സാക്കി വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കുക. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാനിതപ്പോൾ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്ത സേമിയ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ഈ ബട്ടറിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. വറുത്ത സേമിയ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ സമയത്ത് ഞാനിതിപ്പോൾ ഇതിലേക്ക് ഒരു 2-2.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ നമ്മുടെ പശുവിൻ പാൽ തന്നെയാണ്. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് നമ്മളിതിലേക്ക് വറുത്ത് ചേർത്തിട്ടുള്ള സേമിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നല്ലപോലെ ഒന്ന് വെന്ത് വന്ന ശേഷം മാത്രം നമ്മളിതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടൂല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ നോമ്പിന് ഞാൻ അതുപോലെ നല്ല നല്ല ഡ്രിങ്ക്സിൻ്റെയും സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് എത്രത്തോളം വേണം നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കലക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇനി കുറുക്കിയെടുക്കണം. ഇനി ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. കാരണം കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ഇതൊന്ന് വെന്ത് ഒന്ന് പതുക്കെ കുറുകി വരണം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോയി എന്ന് തോന്നണമെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ഡ്രിങ്കായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോയ ചൂടാറിയ സമയത്ത് വല്ലാതെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു ലൂസിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കുഴപ്പമില്ലാത്തൊരു കട്ടിക്കാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. മധുരമുള്ള ഫ്രൂട്ട്സ്, പുളിയില്ലാത്ത മധുരമുള്ള ഫ്രൂട്ട്സ് ചേർക്കുക. ഞാനിപ്പോൾ അനാറ്, ആപ്പിൾ, നേന്ത്രപ്പഴം, അതുപോലെ കുറച്ച് നട്ട്സ്, ഈത്തപ്പഴം ഇത്രയും എടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഒക്കെ. ഞാനിപ്പോൾ ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. 3 കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് നോക്കുക. മധുരം കുറവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, കാണാനും ഭംഗിയാണ്, ഇത് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് കിട്ടും. എത്രത്തോളം ലൂസ് വേണമെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് ചേർക്കുക കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. മധുരം നമ്മൾ നോമ്പിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. ആ ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. ഇത് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 8 ഗ്ലാസ്സിലേക്കുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നല്ലോണം തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കുക.
നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വൈകുന്നേരം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്താൽ മതി. ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിച്ചു കഴിഞ്ഞാൽ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നോമ്പിനെ പിന്നെ എക്സ്ട്രാ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് വെക്കേണ്ടി വരില്ല. ഇത് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറ് നിറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.